ഈ നീലക്കണ്ണുള്ള മുത്തുകൾ അഥവാ നാസർ നിങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ടാകും. ഇത് വെറുമൊരു ഫാഷൻ സ്റ്റേറ്റ്മെന്റോ ഭാഗ്യചിഹ്നമോ ആണെന്നാണ് പലരും കരുതുന്നത്. എന്നാൽ ഇതിന് പിന്നിൽ മറ്റൊരു വലിയ ഉദ്ദേശമുണ്ട്. ആരെങ്കിലും അസൂയയോടെയോ ദേഷ്യത്തോടെയോ നിങ്ങളെ നോക്കുമ്പോൾ അറിയാതെ തന്നെ ചില നെഗറ്റീവ് എനർജി അവർ നിങ്ങളിലേക്ക് അയക്കുന്നു. ഇതിനെയാണ് നമ്മൾ കണ്ണേർ എന്ന് വിളിക്കുന്നത്. ഇത് പെട്ടെന്നുള്ള ദോഷങ്ങൾക്കോ അസുഖങ്ങൾക്കോ കാരണമാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇവിടെയാണ് ഈ മുത്തിന്റെ റോൾ. ഇതിന്റെ തിളക്കമുള്ള നീല നിറവും കണ്ണിന്റെ ആകൃതിയും കാരണം മറ്റുള്ളവരുടെ ആ നെഗറ്റീവ് നോട്ടം നേരിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതിനു പകരം ഈ മുത്തിലേക്കാണ് പതിയുന്നത്. ഒരു ലൈറ്റ്നിങ് റോഡ് മിന്നലിനെ ഏറ്റെടുക്കുന്നത് പോലെ ഈ മുത്ത് ആ നെഗറ്റീവ് എനർജിയെ മുഴുവൻ വലിച്ചെടുക്കുന്നു. പക്ഷേ ഈ മുത്തിനൊരു പരിധിയുണ്ട്. നിങ്ങളുടെ കയ്യിലെ ചരട് പെട്ടെന്ന് പൊട്ടുകയോ അല്ലെങ്കിൽ മുത്ത് താനേ പൊട്ടുകയോ ചെയ്താൽ അതിനർത്ഥം അത് അതിൻ്റെ പരമാവധി നെഗറ്റീവ് എനർജി വലിച്ചെടുത്ത് കഴിഞ്ഞു എന്നാണ്. അതായത് നിങ്ങളിലേക്ക് എത്തേണ്ടിയിരുന്ന ദോഷത്തെ അത് സ്വയം ഏറ്റെടുത്ത് തകർന്നുപോയി. അതുകൊണ്ടാണ് ഇത് പൊട്ടിയാൽ അത് നന്നാക്കി വീണ്ടും ഉപയോഗിക്കരുത് എന്ന് പറയുന്നത്. പകരം പുതിയതൊന്ന് വാങ്ങണം. കാരണം അതിൻ്റെ ജോലി അവിടെ അവസാനിച്ചു.